ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം, ദേശത്തിലെ നന്മ നീ അനുഭവിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു വിൽ എൻജോയ് ദ പ്രോസ്പെരിറ്റി ഓഫ് ദ ലാൻഡ്. ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാം. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു ടെലിവിഷൻ്റെ മൈക്കും പിടിച്ചുകൊണ്ട് റോഡിൽ നിന്ന ഒരു മാന്യനായ മനുഷ്യൻ്റെ ചെന്ന് പറഞ്ഞു, സാറേ, ഞാൻ കുറച്ച് പേരെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ വന്നാൽ എഴുന്നേക്കുമോ? അയാൾ പറഞ്ഞില്ല. ആ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ എഴുന്നേൽക്കുമോ? ഇല്ല. ആ സ്ത്രീയുടെ ഒരു കൊച്ചു കുഞ്ഞൂടുണ്ടെങ്കിൽ എഴുന്നേക്കുമോ? ഇല്ല. ആ സ്ത്രീ വല്ലാത്ത ഒരു പ്രായമുള്ള അമ്മച്ചിയാണെങ്കിൽ എഴുന്നേൽക്കുമോ? ഇല്ല. നിങ്ങളെന്തൊരു മനുഷ്യനാ? അല്ല, ഞാൻ വണ്ടിയുടെ ഡ്രൈവറാണ്, പിന്നെ ഞാൻ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? അപ്പോൾ ചോദ്യം ശരിയായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മറുപടി ശരിയായിട്ട് കിട്ടത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം, ദൈവത്തിൻ്റെ ഉദ്ദേശ്യം ഒരു വിശ്വാസിയെപ്പറ്റി, വേർപെട്ടവനെ പറ്റിയുള്ള. എന്താണ് വേർപാട്? പലരും വിചാരിക്കുന്ന ഒരു സഭ മാറിയാൽ വേർപാടാവുന്നില്ല. ഭാര്യ അടിച്ചുകൊണ്ടിരുന്നവൻ അവിടെ അടിച്ചു, ഇവിടെ വന്നപ്പോൾ അടിച്ചു, എന്താ വ്യത്യാസം? കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരുന്നു, ഇവിടെയും വന്നിട്ട് കൈക്കൂലി വാങ്ങിക്കുന്നത് എന്താ വ്യത്യാസം? ഹല്ലേലൂയ. മൊബൈൽ ഫോണിനകത്ത് ചീത്ത പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു, ഇവിടെയും മാറിയിട്ട് ഇല്ല. പാപത്തിൽ നിന്നുള്ള വേർപാടാണ് യഥാർത്ഥത്തിലുള്ള വേർപാട്, എൻ്റെ വേദപുസ്തക പ്രകാരം. ഹല്ലേലൂയ. വേർപെട്ട ഒരു മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആരൊക്കെയാണ് വേർപെട്ടത്? ആദ്യമായിട്ട് വേർപെട്ട വ്യക്തിയെ നമ്മൾ കാണുന്നത് അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ, യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് വേർപാട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നിടത്തേക്ക് പോയാൽ, ഹല്ലേലൂയ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വേർപെട്ടവർക്ക് അനുഗ്രഹം. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ യാക്കോബിനോട് പറഞ്ഞത് കേട്ടാട്ടെ. 28-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അരുളിച്ചത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായി യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചത് നിവർത്തിക്കും. വേർപെട്ടവർക്കെല്ലാവർക്കും, അബ്രഹാം തൻ്റെ കുടുംബത്തോട് വേർപെട്ടു, യാക്കോബ് അവൻ്റെ സഹോദരനോട് വേർപെട്ടു. അങ്ങനെ വേർപെട്ടവർക്കെല്ലാവർക്കും അനുഗ്രഹം പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ആവർത്തന പുസ്തകം 28, ആവർത്തന പുസ്തകം 28 അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിൻ്റെ ദൈവമായി യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായി യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിൻ്റെ ദൈവമായി യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലിയുടെ ഫലത്തിലും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും.
തക്ക സമയത്ത് നിൻ്റെ ദേശത്തിന് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കുമെന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായി യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കരുത്. അനുഗ്രഹത്തിൻ്റെ ഒരു പ്രവാഹമാണ് 23-ാം സങ്കീർത്തനത്തിനകത്തെ അനുഗ്രഹം, 91-ാം സങ്കീർത്തനത്തിനകത്തെ അധ്യായം. പക്ഷേ ആളുകൾ ചോദിക്കുന്നു, എവിടെ ഈ അനുഗ്രഹം, എവിടെ ഈ അനുഗ്രഹം, എന്തുകൊണ്ട് വേർപെട്ടവർക്ക് ലഭിക്കുന്നില്ല? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വേർപെട്ട ജനം, മിസ്രൈമിൽ നിന്ന് വേർപെട്ട ജനം, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൊച്ചുമക്കൾ, അവർ യുദ്ധത്തിനകത്ത് തോറ്റു, അടിമകളായി. അവരുടെ പെൺമക്കളെ വേലക്കാരികളായിട്ട് പിടിച്ചുകൊണ്ട് പോയി, അവരുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഷണ്ണന്മാരാക്കി ചരിത്രം പറയുന്നു. എന്തുകൊണ്ട്? എവിടെ അനുഗ്രഹം? പുതിയ നിയമത്തിൽ ആളുകൾ എന്തൊക്കെ ചോദിക്കും, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭൂമി ശോഷിച്ചു വരികയാണ്. അപ്പച്ചന്മാരുടെ കാലത്തുണ്ടായിരുന്ന കുറഞ്ഞു വരുന്നു. ബിസിനസ് ശോഷിക്കുന്നു, ക്രിസ്ത്യാനികളുടെ ബിസിനസ് ശോഷിക്കുന്നു, വിദ്യാഭ്യാസം ശോഷിക്കുന്നു. എന്തുകൊണ്ട്? പ്രവചന ശബ്ദം കേൾക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തോടും ഭൂമിയോടും കൽപ്പിക്കുന്ന എന്താണ് കാര്യം? ദൈവം പ്രവചിക്കുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. എന്തുകൊണ്ടാണ്? ആകാശത്തോട് പറഞ്ഞാൽ കേൾക്കുമോ? ഭൂമിയോട് പറഞ്ഞാൽ കേൾക്കുമോ? ഇനിയും പറയുന്നത് കേട്ടെ, യഹോവയായ ദൈവം കൽപ്പിച്ചാൽ ആകാശം കേൾക്കും. കടൽ കേട്ടില്ലേ? കടലിനോട് ശാന്തമാകാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശാന്തമായി. മരത്തോട് പറഞ്ഞപ്പോൾ ഉണങ്ങിപ്പോകുക എന്ന് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയി. ആകാശം കേട്ടു, കൽമഴ പെയ്തു, ഇടി മുഴക്കി, ഭൂമി കേട്ടു. കോരഹിൻ്റെ സമയത്ത് ഭൂമി പിളർന്നു, അവരെ മുഴുവൻ വിളങ്ങിക്കളഞ്ഞു. അപ്പോൾ ആകാശം കേൾക്കും, ഭൂമി കേൾക്കും, മരം കേൾക്കും, കടൽ കേൾക്കും, എല്ലാം കേൾക്കും. പക്ഷേ ഇവിടെ യഹോവ വിലപിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം ആകാശത്തോടും ഭൂമിയോടും സംസാരിക്കേണ്ടി വന്നത്? ആകാശത്തോടെന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർ കേൾക്കട്ടെ, ആകാശത്തോടൊരു കേട്ടെ. ഭൂമിയിലുള്ളവരെന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും കേൾക്കട്ടെ, അത് ചർച്ച ചെയ്യട്ടെ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ദൈവത്തിന് എന്തുകൊണ്ട് ആകാശത്തോടും ഭൂമിയോടും സംസാരിക്കേണ്ടി വന്നു? ആ സമയത്ത്, ഈ പ്രവചനം നടക്കുന്ന സമയത്ത് അവിടെ ദൈവാലയമുണ്ട്, അവിടെ യാഗമുണ്ട്. ആടിനെ യാഗം കഴിക്കുന്നു, കാളയെ യാഗം കഴിക്കുന്നു, പ്രാവിനെ യാഗം കഴിക്കുന്നു. അവിടെ ധൂപകലശമുണ്ട്, കാഹളമുണ്ട്, ചൊല്ലുണ്ട്, ചൊലുത്തുണ്ട്, സകല ആചാരങ്ങളുമുണ്ട്. മഹാപുരോഹിതനുണ്ട്, മറ്റ് പുരോഹിതന്മാരുണ്ട്. രാവിലെ ആരാധന, വൈകിട്ട് ആരാധന. പക്ഷെ ദൈവശബ്ദം ദൈവാലയത്തിലില്ല, ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. ശ്രദ്ധിക്കണം, ചടങ്ങ് പോരാ, ദൈവത്തിൻ്റെ ശബ്ദം ഉണ്ടാകണം, ദൈവശബ്ദം ഉണ്ടാകണം, പ്രവചന ശബ്ദം ഉണ്ടാകണം. അതേതു സഭയിലാണെങ്കിലും ശരി, പ്രവചന ശബ്ദമില്ല എങ്കിൽ ആ സഭയ്ക്ക് നിലനിൽപ്പില്ല. അത് ചുമ്മാതെ വെറും ചടങ്ങായി തീരത്തേ ഉള്ളൂ. പുറത്തുണ്ട്, അന്നത്തെ കാലത്ത് അകത്ത് പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല. യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ച് നോക്കിയാട്ടെ, യെരമ്യാവിൻ്റെ പുസ്തകം വായിച്ച് നോക്കിയാട്ടെ. സഭയോട് പറയുന്നത് സഭ കേൾക്കാനില്ല, പുരോഹിതൻ കേൾക്കുന്നില്ല, മഹാപുരോഹിതൻ കേൾക്കുന്നില്ല, ജനങ്ങൾ കേൾക്കുന്നില്ല. യെശയ്യാവിൻ്റെ ഈ സമയത്ത് 4 പ്രവാചകന്മാരുണ്ട്. യെശയ്യാവ്, ആമോസ്, ഹോശേയ, മീഖ. അതേ സമയത്തുണ്ട്. പക്ഷെ അവരാരും പറയുന്നത് സഭ കേൾക്കുന്നില്ല. ഹല്ലേലൂയ. മഹാപുരോഹിതൻ കേൾക്കുന്നില്ല, പള്ളിപ്രമാണികൾ കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്നോ കേൾക്കുമായിരുന്നെങ്കിൽ, ഞാനിന്ന് ചോദിക്കുകയാണ്, ഇന്ന് സഭയാണെന്ന് പറയുന്നത്, നിങ്ങൾ ദൈവസഭയാണെന്ന് പറയുന്നിടത്ത് ഇന്ന് പ്രവാചകന്മാർ പറയുന്നത് കേൾക്കുമായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ സഭയുടെ ഇലക്ഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു. സഭയുടെ വാർഷിക കൺവെൻഷണൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ആളുകൾ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കത്തില്ലായിരുന്നു. നമ്മുടെ സഭകളുടെ കണക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആരും കേൾക്കാത്തത് കൊണ്ട് ദൈവത്തിന് ആകാശത്തോടും ഭൂമിയോടും സംസാരിക്കേണ്ടി വരുന്നു. നിങ്ങൾ പിണങ്ങരുത്. ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ പറയുകയാണ്, കർത്താവോടെ ഉണ്ടായിരുന്നെങ്കിൽ, പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ആയിരിക്കത്തില്ലായിരുന്നു. ദൈവം വിലപിക്കുകയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി. വേലക്കാരെ അല്ല ദൈവം പോറ്റി വളർത്തിയത്. ആരെ? കൂലിപ്പണി ചെയ്യുന്നവരെ അല്ല പോറ്റി വളർത്തിയത്, അടിമകളെ അല്ല പോറ്റി വളർത്തിയത്, മക്കളെ. വേദപുസ്തകം പറയുന്നു, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ. ഇസ്രായേൽ. പക്ഷേ അവരെൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. ഞാൻ പോറ്റി വളർത്തി, മിസ്രയീം മുതൽ
ഞാനവരെ എൻ്റെ ചിറകിന്മേൽ വഹിച്ചു കൊണ്ടുവന്നാണ്. മരുഭൂമിയിലൂടെ വരുന്ന സമയത്ത് വാഗ്ദത്ത ദേശത്ത് എത്തുന്നത് വരെ ഞാൻ അവരെ കൊണ്ടു നടന്നു, പോറ്റി വളർത്തി. കേൾക്കണമോ? അവർക്ക് ചെങ്കടൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെങ്കടൽ പിളർന്നു കൊടുത്തു. വിശന്നപ്പോൾ ഞാൻ മന്ന പൊഴിച്ചു കൊടുത്തു. ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം കൊടുത്തു. ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാടയെ കൊടുത്തു. ഹാലലുയ. ആരുടെയും വസ്ത്രം കീറിയില്ല, ആരുടെയും ചെരുപ്പ് തേഞ്ഞില്ല. ഹാലലുയ. അവർ വളരുന്നതനുസരിച്ച് കൊച്ചു കുഞ്ഞിന് കിട്ടിയ ഉടുപ്പ് 40 വർഷത്തിനകത്ത് അവർ വളർന്നു. അവരുടെ വസ്ത്രവും വളർന്നു, അവരുടെ ചെരുപ്പും വളർന്നു. ഹാലലുയ. അമാലേക്കർ യുദ്ധത്തിന് വന്നു. യോശുവ യുദ്ധത്തിന് ചെന്നു, അവരെ തോൽപ്പിച്ചു. അവർക്ക് കൊള്ള കിട്ടി. ഞാൻ അവരെ ചിറകിന്മേൽ വഹിച്ചില്ലയോ? പക്ഷേ എന്നിട്ട് ദൈവം പറയുകയാണ്, അവരെന്നോട് മത്സരിച്ചു. രാജാവിനോട് മത്സരിക്കുന്നതിനെ പറ്റിയാണ് റിബൽ. അപ്പനോട് മത്സരിച്ചു. കൽപ്പനയ്ക്ക് മത്സരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് കൽപ്പന ലംഘിക്കുന്നത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 21 അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ദൈവം പറയാണ്, എൻ്റെ മക്കൾ അപ്പനായ, ഞാൻ വായിച്ചോട്ടെ, അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായ മകൻ ഒരുത്തൻ ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് പകുതി ചെറുപ്പക്കാരും ഭൂമിയിൽ കാണത്തില്ലായിരുന്നു, സഭകളിൽ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പറയാണ്, എൻ്റെ മക്കൾ ഇതുപോലെ, ഹല്ലേലൂയ, എൻ്റെ മക്കൾ അപ്പനായ രാജാവായ ദൈവമായ എന്നോട് റിബലായിരിക്കുന്നു, എന്നോട് മത്സരിക്കുന്നു. മലാഖിയുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 6 വാക്യം കേട്ടാട്ടെ. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. പുരോഹിതന്മാരെ, പാസ്റ്റർമാരെ, പട്ടക്കാരെ, നിങ്ങൾ ചോദിച്ചേക്കാം, ഇയാൾ ആരാടോ സംസാരിക്കാനെന്ന്. പിന്നെ ആര് വരണം? ദൈവത്തിൻ്റെ പ്രവചനം ആർക്കും പറയാം, ഏത് വിശ്വാസിക്കും പറയാം. ഒരു വിശ്വാസിയായി ഞാൻ വളരെ ബഹുമാനത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, നമ്മുടെ സഭകളിൽ നടക്കുന്നത് വേദപുസ്തക പ്രകാരമാണോ? ദൈവത്തെ ആദരിച്ചുകൊണ്ടാണോ? ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മറ്റു ചില പരിഭാഷകളിൽ പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം? അവനെന്നെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു, എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇതാ വേറെ ചില ഭാഷകളിൽ പറയുകയാണ്, അവനെന്നെ പുച്ഛിച്ചിരിക്കുന്നു, ഡിസ്പൈസ് ചെയ്തിരിക്കുന്നു, അവർ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്നെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ആദ്യകാലം മുതൽ, മോശയുടെ കാലം മുതൽ തന്നെ ദൈവത്തോട് മത്സരിച്ചവരാണ്. പ്രവാചകന്മാരുടെ കാലത്ത് ദൈവത്തോട് മത്സരിച്ചവരാണ്. മശിഹായുടെ കാലത്ത് ദൈവത്തോട് മത്സരിച്ചവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ വചനത്തോട് മത്സരിച്ചാൽ വാസ്തവത്തിൽ നിങ്ങൾ മത്സരിക്കുന്നത് ദൈവത്തോടാണ്. മറന്നുപോകരുത്. നിങ്ങൾ വചനത്തോട് മത്സരിച്ചാൽ, ഹല്ലേലൂയ, വചനം എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുമെന്നുള്ളൊരു തീരുമാനം എനിക്കും നിനക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 3 വാക്യം പറയുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലും അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഹല്ലേലൂയ. പറഞ്ഞാൽ പിണങ്ങും, നിങ്ങളത് തള്ളിക്കളയും. എനിക്കറിയാം, യെശയ്യാവ് പറഞ്ഞത് തള്ളിക്കളയും, വേറൊരു ദൈവദാസൻ പറഞ്ഞാലും തള്ളിക്കളയും. കാള ഉടയവൻ്റെ ശബ്ദത്തെ അറിയാം. ഹല്ലേലൂയ. പ്രസവം മുതൽ പ്രസവിച്ച് വീണ അന്ന് മുതൽ വളർത്തിയ ഒരു കാള ഉടയവനെ എതിർക്കത്തില്ല, ഉടയവനെ കുത്തത്തില്ല. ആ കാളയെ വിളിക്കുന്ന സമയത്ത് ആ കള വരും. ഹല്ലേലൂയ. അവർ ശബ്ദം കേൾക്കുന്നു, അനുസരിക്കുന്നു. പഴയ കാലത്തൊക്കെ കാളവണ്ടിയുടെ കാലമായിരുന്നു. ഇപ്പോഴാണ് മോട്ടോർ സൈക്കിളും കാറും ബസ്സും ഒക്കെ ആയത്. കാളവണ്ടിയുടെ കാലത്ത് ആളുകൾ ചന്തയിൽ പോയിട്ട് ആ ചന്തയിൽ പോയ ആളങ്ങ് ക്ഷീണിക്കും. അയാൾ കാളവണ്ടിയിലോട്ട് കടന്നും വെച്ച് കാളയെ അടിച്ചു വിടും. ആ കാള വഴി തെറ്റാതെ അപ്പുറത്തുനിന്ന് വരുന്ന കാളവണ്ടിക്ക് സൈഡ് കൊടുത്തുകൊണ്ട് കുഴിയിൽ വീഴാതെ അത് നേരെ അതിൻ്റെ വീട്ടിൽ ചെല്ലും. കാള തൻ്റെ ഉടയവനെ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം കേൾക്കുന്നു. കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. ഹല്ലേലൂയ. അതിന് തീറ്റ, പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതിന് തീറ്റ കിട്ടുന്നത് എവിടെയാണെന്ന് അറിയാം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് എത്ര പേരാ തീറ്റയ്ക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പേരാ ചർച്ചിൽ പോകുന്നത്? ഞായറാഴ്ച പലരും ഫോൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞും വെച്ച്, കാരണം പാസ്റ്റർ അറിഞ്ഞിട്ട് ഉണ്ടെന്ന്. ഹല്ലേലൂയ. പക്ഷേ ചർച്ചിൽ പോകുന്നില്ല. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ തീറ്റയ്ക്ക് വേണ്ടി പുൽത്തൊട്ടിയിലേക്ക് പോകുന്നുണ്ടോ? ഹല്ലേലൂയ. ആരാധന ചടങ്ങാകുന്നുണ്ടോ? വചനം ചടങ്ങാകുന്നുണ്ടോ? വചനം ഗ്രഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, പോകുന്നില്ല. ഹല്ലേലൂയ. കാളയേക്കാൾ കഷ്ടം, കഴുതയേക്കാൾ കഷ്ടം
ഇസ്രായേലും അറിയുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. ഹല്ലേലൂയ. ഇന്നത്തെ പത്രം നിങ്ങളെടുത്ത് നോക്കിയാട്ടെ, നാളത്തെ പത്രം നിങ്ങളെടുത്ത് നോക്കിയാട്ടെ, അതിനകത്ത് ആദ്യത്തെ പേജിൽ കാണുന്ന വാർത്തകൾ വായിച്ചാൽ മൃഗങ്ങൾ പോലും ചെയ്യാത്തതാണ് ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്നത്. അതിനകത്ത് പലരും ക്രിസ്ത്യാനികളാണ്. മൃഗം യജമാനെ അറിയുന്നു, പക്ഷേ വേർപെട്ട ജനം എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല? ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, സംഭവ കഥയാണ് കേട്ടോ. ഹല്ലേലൂയ. ഒരു വിദേശ രാജ്യത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും നടക്കാൻ പോയിട്ട് അവിടെ ഒരു ആറുണ്ട്. ആ ആറിനകത്തൊരു വലിയ നദിയാണ്. അയാൾ അതിനകത്തോട്ട് വസ്ത്രം ഊരി കരയിൽ വെച്ചിട്ട് അയാൾക്കൊരു പട്ടിയുണ്ട്. ആ പട്ടി അടുക്ക് പോന്നു. അയാളുടെ വസ്ത്രത്തിൻ്റെ അടുക്കൽ അവിടെ ഇരിക്കും. അയാളുടെ പേഴ്സുമൊക്കെ അതിനകത്ത് കാണും. അയാൾ ആറ്റിനകത്തോട്ട് ചാടുന്നു. എന്നിട്ട് അവിടെ എല്ലാം നീന്തി നടക്കുന്നു. എന്നിട്ട് അയാൾ കയറി വരുന്നു, വസ്ത്രം ധരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഒരു ദിവസം അദ്ദേഹം ഇതുപോലെ നടന്നുപോയി. അവിടെ ചെന്ന് വസ്ത്രമെല്ലാം ഊരി വെച്ചു. പട്ടി കുരയ്ക്കാൻ തുടങ്ങി. സാഹിബ്മാരുടെ പട്ടികൾ പറഞ്ഞാൽ അനുസരിക്കും. കാരണം അതിന് ട്രെയിനിങ് കിട്ടിയതാണ്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് അണങ്ങാടിക്കാൻ. പിന്നെ ഇയാൾ വസ്ത്രമൊക്കെ വരുമ്പോൾ പട്ടി കുരയ്ക്കാൻ അണയരുത് ഇടിക്കാനാണ്. അയാൾ ചാടി തുടങ്ങിയപ്പോൾ പട്ടി കുരയ്ക്കാൻ അയാൾ പറഞ്ഞു മുണ്ടെടുത്തു. അയാൾ പിന്നെയും ചാടി തുടങ്ങിയപ്പോൾ പട്ടി കുറച്ചു മുണ്ടെടുത്തു പൊടിച്ചെടുത്ത് ഒരേ കൊടുത്തു. അയാൾ ചാടാൻ തുടങ്ങിയപ്പോൾ ആ പട്ടി ആറ്റിലേക്ക് ചാടി. അവിടെ ഒരു ചീങ്കണ്ണി ഉണ്ടായിരുന്നു. ചീങ്കണ്ണിയെ പറ്റി അറിയാവുന്നവർക്ക് അറിയത്തുള്ളൂ. ചീങ്കണ്ണി വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കും. എന്നാൽ അതിൻ്റെ 2 കണ്ണ് മാത്രം ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി നിൽക്കും. അയാൾ കണ്ടില്ല, പക്ഷേ പട്ടി കണ്ടു. ആ പട്ടി ആ വെള്ളത്തിനകത്തോട്ട് ചാടി തൻ്റെ യജമാനെ രക്ഷിക്കാണ്ട് ചീങ്കണ്ണി ആ പട്ടിയെ പിടിച്ചു. ഹല്ലേലൂയ. പക്ഷേ നാം ദൈവത്തെ അറിയുന്നില്ല. നാം ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാതെ ദൈവത്തെ പറയുന്നത് അനുസരിക്കുന്നില്ല. നമ്മുടെ രക്ഷകൻ ഭൂമിയിൽ വന്നു, യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. ഞാൻ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ജമ്മു കാശ്മീരിൽ റോഡുണ്ടാക്കുകയാണ്. അവിടെ ഗ്രിഫ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരാണ് റോഡുകളൊക്കെ പണിയുന്നത്. അവർ റോഡിയൊക്കെ ഇങ്ങനെ പണിയുമ്പോൾ അവിടെ ഒരു സൂപ്പർവൈസർ നിൽക്കുകയാണ്. അവിടെ നിന്നൊരു ബുൾഡോസർ വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് അയാൾ പറയുന്നുണ്ട്, കുറച്ചുകൂടെ ഇടത്തോട്ടുള്ളതാട്ടെ, വലത്തോട്ട് തിരിയരുത്, അവിടെ വലിയ കുഴിയാണ്, ആ 10,000-7,000 അടി താഴെയായിട്ടാണ്, ഇങ്ങോട്ട് കുറച്ചുകൂടെ ഇടത്തോട്ട്, ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കാണാൻ ആൾ കണ്ടു അവിടെ ഒരു വലിയ ഒരു മാളം. ആ മാളത്തിനകത്ത് ഒരു മുയൽ, അമ്മ മുയൽ, അതിൻ്റെ 5-6 കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. അയ്യോ ആ ബുൾഡോസർ അതിൻ്റെ പുറത്തൂടെ കയറും. അയാൾ അവിടെ നിന്ന് പറഞ്ഞു, ഇങ്ങോട്ട് മാറ്, വെളിയിലോട്ട് മാറ്, മുയലെ ഇങ്ങോട്ട് മാറി. ആ മുയൽ അകത്തോട്ട് പോയി. ആ ബുൾഡോസർ അതിൻ്റെ പുറത്തോട്ട് പോയി. ആ മുയലെല്ലാം അരഞ്ഞു പോയി. ആ മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞു എന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ നേരത്തേക്കല്ല, 1 മിനിറ്റ് നേരത്തേക്ക് ഒരു മുയലായിരുന്നെങ്കിൽ മുയലിൻ്റെ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ യേശുക്രിസ്തു, സ്വർഗസ്ഥനായ ദൈവം, മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു. എന്തിന്? നമ്മളോട് സംസാരിക്കുവാൻ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുവാൻ അവൻ ഭൂമിയിൽ അവതരിച്ചു. അവൻ മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. 4-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ വേദനാകരമായ കാര്യം. ഹല്ലേലൂയ. പാപമുള്ള ജാതി, ഇംഗ്ലീഷിനകത്ത് അതിൻ്റെ മൂലഭാഷയിൽ സിന്നിങ് നേഷൻ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജാതി. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്, തെറ്റ് ആവർത്തിക്കുന്നതാണ് തെറ്റ്. തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്, തെറ്റിൽ നിന്ന് പഠിക്കാത്തതാണ് തെറ്റ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് വീണ്ടും ചെയ്യുന്നവരാണോ നിങ്ങൾ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ പാപമുള്ള ജാതി, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാതി. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തതിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നതിനാൽ അകൃത്യഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആരെ? മാനസാന്തരപ്പെട്ടവർ. ഹല്ലേലൂയ. അവർ പുറകോട്ട് മാറിപ്പോയിരിക്കുന്നു. എന്താണ് പരിഹാരം? 18-19 വാക്യങ്ങളിൽ പറയുകയാണ്. അതിന് പരിഹാരം പറയുന്നുണ്ട്. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബര പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. അനുദപിക്കുക, പശ്ചാത്തപിക്കുക, അനുസരിച്ചാൽ ദേശത്തിന് നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ കനാൻ ദേശത്തെ ഫലം, കനാൻ ദേശത്തെ വീഞ്ഞ്, കനാൻ ദേശത്തെ അത്തിപ്പഴം, കനാൻ ദേശത്തെ ഗോതമ്പ്, കനാൻ ദേശത്തെ ചോളം, ഹല്ലേലൂയ, കനാൻ ദേശത്തെ പോച്ച നിറഞ്ഞതായിട്ടുള്ള മേച്ചൽ സ്ഥലം, അത് നിങ്ങളുടേതായിരിക്കും. നിങ്ങൾ ദേശത്തിൻ്റെ നന്മ എൻജോയ് ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം.
രക്ഷപ്പെട്ട വേഷം പൗലോസും കൂടെയുണ്ടായിരുന്ന 276 പേരും രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത, മാൾട്ട എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബാർബറിയൻസ്, കാട്ടുജാതിക്കാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. ഹല്ലേലൂയ. ആരാണ് ബാർബറിയൻസ്? ആരാണ് കാട്ടുജാതിക്കാർ? ആരാണ് കാട്ടാളന്മാർ? ആരാണ് അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യർ? പല പരിഭാഷകളുണ്ട് അതിന് കേട്ടോ. അവരെന്ത് ചെയ്തു? പൗലോസിനും കൂടെ ഉണ്ടായിരുന്നവർക്കും നന്മ ചെയ്തു. പൗലോസിൻ്റെ സുവിശേഷം കേട്ടു. മാൾട്ട 100% ക്രിസ്ത്യാനികളുടെ രാജ്യമായി തീർന്നു. എന്തുപറ്റി? ബാർബറിയൻസ് ആയിരുന്ന സ്ഥലം, കാട്ടുജാതിക്കാരായിരുന്ന സ്ഥലം, കാട്ടാളക്കാരായിരുന്ന ജനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി. ഞാൻ ഇന്നലെ അതിനെ കണക്ക് നോക്കുകയായിരുന്നു. ഹല്ലേലൂയ. അൺഎംപ്ലോയ്മെൻറ്റ് കേട്ടാട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് 3.5 ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ത്യയിലെ 6.8, അമേരിക്കയിൽ 5.4, ഇംഗ്ലണ്ടിൽ 3.8, കേരളത്തിൽ 11%. ഇതിലൊക്കെ കുറവായി തീർന്നു മാൾട്ടായിൽ. എന്താ കാര്യം? അവർ പൗലോസിൻ്റെ സുവിശേഷം കേട്ടു. പൗലോസ് പറഞ്ഞ സുവിശേഷം കേട്ടു. അവർ സ്നാനപ്പെട്ടു. അവർ സഭയിലെ അംഗങ്ങളായി. ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ കട്രായിൽ ചെന്ന സമയത്ത് ദൈവം എനിക്ക് നല്ലൊരു സഭ തന്നു, അസാധാരണമായൊരു സഭ തന്നു. ഇന്നും കട്രായിലെ സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങൾ പോയി കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അസാധാരണമായ സഭ, ദശാംശം കണക്ക് നോക്കി കൊടുക്കുന്നവർ. ഇന്നും അവിടുത്തെ വിശ്വാസികൾ ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ 5 തീപ്പെട്ടി കമ്പ് ചർച്ച കൊണ്ട് കൊടുക്കും. എല്ലാവരും കൊടുത്തില്ലെങ്കിലും പലരും കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഉപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അരി റേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിന് ദശാംശം അവിടെ കൊണ്ട് കൊടുക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ ചർച്ചിനകത്ത് ആളുകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ആളുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാൻ അവിടെ ചെന്ന കാലത്ത് ഇവരെല്ലാവരും 180 രൂപ ശമ്പളമുള്ള മുനിസിപ്പാലിറ്റിക്കാർ, തൂപ്പുകാരായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് സ്വർഗസ്ഥനായ ദൈവം അവരെ അനുഗ്രഹിച്ചു. അന്ന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാവരും മണ്ണുകൊണ്ടുള്ള വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മേലിൽ തകര ഷീറ്റുകളായിരുന്നു. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരുടെയും വീട്ടിനകത്ത് മാർബിൾ ഇട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ബാത്റൂമിനകത്ത് ഇലക്ട്രിക് ഹീറ്റർ വെച്ചിരിക്കുകയാണ്. എല്ലാവരും 1 നില 2 നില 3 നില കെട്ടിടത്തിനകത്ത് താമസിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ ഈ എന്ന് എഴുതാൻ വായിക്കാനും പഠിപ്പിച്ചവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവർ ഇന്ന് PhD-കാരായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. വചനം കേട്ട് അനുസരിച്ചാൽ നിങ്ങൾ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ഞാൻ 1-ാമത്തെ വാക്യം കേൾക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചാണ്. നമുക്കൊന്ന് സാവധാനത്തിൽ ശ്രദ്ധിക്കാം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. വെറുതെ കേട്ട് പോയാൽ പോരാ, ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചാണെന്ന് കേട്ടാൽ മാത്രം പോലെ അനുസരിക്കണം. ഹല്ലേലൂയ. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കരുത്. ഹല്ലേലൂയ. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ നിൻ്റെ ശരീരം ദോഷം ചെയ്യുന്നത് നിനക്ക് പാടില്ല. ഭാര്യ അടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അടിക്കരുത് കേട്ടോ. ആരാധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് പോകണം. ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ദശാംശം കൊടുക്കണം. ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കണം. ദൈവം പറയുന്ന അനുസരിച്ച് കിടന്നാൽ ദൈവമായി യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മേതെ ഉന്നതമാക്കി തീർക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. നിനക്ക് നല്ല വിദ്യാഭ്യാസം തരും. നിൻ്റെ മക്കൾക്ക് നല്ല ജോലി തരും. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കട്രായിലായിരുന്ന സമയത്ത് എൻ്റെ അഡ്രസ്സ് ഇത്രയേ ഉള്ളായിരുന്നു. ഈശുമിശിഹ പ്രചാരക്, യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നവൻ. അതായിരുന്നു എൻ്റെ അഡ്രസ്സ്. PG വർഗീസ്, ഈശുമിശിഹ പ്രചാരക്, കട്ര 182301 വയ ജമ്മു. അതായിരുന്നു എൻ്റെ അഡ്രസ്സ്. ഞാൻ പത്താംകോട്ടയ്ക്ക് മാറി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സ് എന്തായെന്ന് അറിയാമോ? ഹല്ലേലൂയ. അതായിരുന്നു എൻ്റെ പേര്. ആളുകൾ വിശ്വസിക്കത്തില്ല. ഞാൻ പലർക്കും എഴുതും, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ പല റിക്ഷാകൾ നിൽപ്പുണ്ട്. അന്നത്തെ ഓട്ടോ റിക്ഷ ഇല്ലാത്ത കാലമാണ്. അവിടെ പല റിക്ഷാകൾ നിൽപ്പുണ്ട്, സൈക്കിൾ റിക്ഷയുണ്ട്. ആരോടെങ്കിലും പറഞ്ഞാൽ മതി ഹല്ലേലൂയയുടെ വീട്ടിൽ പോയാമെന്ന് പറഞ്ഞ് എൻ്റെ പേര് അതായിരുന്നു. ഞാൻ ഡൽഹിയിലേക്ക് മാറി. അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയുകയല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ എൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. ബ്രദർ വർഗീസ്, ന്യൂഡൽഹി എന്ന് എഴുതാമെങ്കിൽ എഴുത്ത് എനിക്ക് കിട്ടും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എൻ്റെ ദൈവം പറഞ്ഞതനുസരിച്ച്. ഞാൻ അഹങ്കാരം പറയില്ല. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ ബലഹീനത എനിക്കറിയാം. എൻ്റെ ബലഹീനത എൻ്റെ ഭാര്യയ്ക്കറിയാം. എൻ്റെ ബലഹീനത എൻ്റെ മക്കൾക്കറിയാം. എൻ്റെ ബലഹീനത പക്ഷേ ഞാൻ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ ഹല്ലേലൂയ എന്നെ സ്വർഗസ്ഥ. ഞാൻ ഡൽഹി വന്നപ്പോൾ ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞാണ്, നിൻ്റെ പേര് കൊണ്ട് നിന്നെ അറിയും. ഹല്ലേലൂയ. PG വർഗീസ്, ന്യൂഡൽഹി. ബ്രദർ വർഗീസ്,
ഇനിഷ്യൽ പോലും എഴുതേണ്ട ആവശ്യമില്ല. വരും. ഞാൻ കൊണ്ടുവന്നാണ് ഈ വാക്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതെനിക്ക് സംഭവിച്ചിരിക്കുന്നു. മൂന്നാമത്തെ വാക്യം, ഹല്ലേലൂയ, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നീ യഹോവയ നിൻ്റെ കൃഷിഭൂമി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യുന്നത് മാരാമണ്ണ്, കുമ്പനാട് മാരാമണ്ണ ആ ഭാഗത്ത് മണ്ണിൽ ജോസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. ഞാനൊരിക്കലും ഒരു വീട്ടിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 2 ലിറ്റർ കൊക്കോ കോലയുടെ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വന്നു. എൻ്റെ പറഞ്ഞു, എൻ്റെ പുരയിടത്തിനകത്തൊന്നും വളരുന്നില്ല, പോച്ച പോലും കളിക്കുന്നു. അത് എനിക്ക് ചോദിക്കാം, പോച്ച പോലും കളിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത ഭൂമിയിലൊക്കെ കൃഷിയുണ്ട്. ബ്രദർ വന്നൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ അയ്യോ ഇറങ്ങുക, ഞാൻ ഇറങ്ങാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ വെള്ളം ഒന്ന് പ്രാർത്ഥിച്ച് തന്നാട്ടെ. ഞാൻ അദ്ദേഹത്തിന് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. അദ്ദേഹം കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെല്ലാം ഒഴിച്ചു. 2 വർഷം കഴിഞ്ഞ് വെച്ച് ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അയൽക്കാരുടെ കൃഷിയേക്കാൾ നല്ല കൃഷിയായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് കാരണം? വേദപുസ്തകം പറയുകയാണ്, ഹല്ലേലൂയ, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും കേട്ടോ, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. പഞ്ചാബിൽ വാഴയില്ല, ഡൽഹിയിൽ വാഴയില്ല, മധ്യപ്രദേശിൽ വാഴയില്ല, ഉണ്ട് ചിലടത്തൊക്കെ മഹാരാഷ്ട്രയിലുണ്ട്. ഞങ്ങളുടെ ഡൽഹി വരുന്ന പഴം, പഞ്ചാബിൽ വരുന്നതായിട്ടുള്ള വാഴപ്പഴം, ഇതെല്ലാം മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഹല്ലേലൂയ. ആ സമയത്താണ് ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം തന്നു. ഞാൻ ചെങ്കതലി വാഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഒരു വാഴ തന്നു, പിന്നെ 2 വാഴയായി. ഹല്ലേലൂയ. ഒരു സമയത്ത് ഞാൻ ഒരു സഭയെ പ്രസംഗിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ഈപ്പച്ചൻ അവിടെയുണ്ട്. അന്ന് ആ ഈപ്പച്ചനാണ് പത്താംകോട്ട് താമസിക്കുന്നത്. ഞാൻ അവിടെ നിന്നോട് ചോദിച്ചു, ഈപ്പച്ച, ഇപ്പം നമ്മുടെ പുരയിടത്തിനകത്ത് എത്ര വാഴയുണ്ട്? 300 വാഴ. വാഴയുണ്ടാകാത്ത നാട്ടിൽ 300 വാഴ. എന്താ കാര്യം? നിൻ്റെ കൃഷിഭൂമി, എൻ്റെ വയലിനെ ഞാൻ അനുഗ്രഹിക്കും. 4-ാമത്തെ വാക്യം, എൻ്റെ കാര്യം പറഞ്ഞു വിടുകയല്ല, നിൻ്റെ കൃഷിഭൂമി പോയി ഇന്ന് പ്രാർത്ഥിക്കണം. ഈ വാക്യം സംഭവിക്കട്ടെ. എൻ്റെ നെല്ല് അനുഗ്രഹം പ്രാപിക്കട്ടെ, എൻ്റെ വാഴ അനുഗ്രഹം പ്രാപിക്കട്ടെ, എൻ്റെ കപ്പ അനുഗ്രഹം പ്രാപിക്കട്ടെ, എൻ്റെ ചേന അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വാക്ക് പറയുക മാത്രമല്ല, അവൻ ചെയ്യുന്നവനോടെയാണ്. 4-ാമത്തെ വാക്യം, നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേറുമാടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. നിനക്ക് മക്കൾ ഉണ്ടാകും, മൾട്ടിപ്ലിക്കേഷൻ. നിൻ്റെ കൃഷിക്ക് മൾട്ടിപ്ലിക്കേഷൻ, നിൻ്റെ നാൽക്കാലികൾക്ക് മൾട്ടിപ്ലിക്കേഷൻ, നിൻ്റെ പക്ഷിമൃഗാദികൾക്ക് മൾട്ടിപ്ലിക്കേഷൻ. എൻ്റെ സ്വർഗസ്ഥനായ ഇതിനെ വർദ്ധിപ്പിച്ച് വലിയൊരു ജാതിയാക്കി തീർക്കാം. 5-ാമത്തെ വാക്യം, നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിൻ്റെ ആഹാരം മരുന്നായി തീരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഒരു വീട്ടിൽ ഞങ്ങൾ സഭയിൽ പോയി പ്രസംഗിച്ചു. വൈകുന്നേരം അവരുടെ വീട്ടിൽ ആഹാരമായിരുന്നു. പെഴ്സീസ്, പാട്ട് പാടുന്ന പെഴ്സീസിൻ്റെ വീട്ടിൽ അവർക്ക് ചോദിക്കാം. അന്നേരം ഞാൻ പറഞ്ഞു, ശങ്കർ, എൻ്റെ കൂടെയുള്ള ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ശങ്കറാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാട്ടെ. ശങ്കറിനറിയാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ കണ്ടുപഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചില്ലേലും കണ്ടുപഠിച്ചിട്ടുണ്ട്. ശങ്കർ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞങ്ങൾ കഴിക്കുന്ന ആഹാരം ഞങ്ങളുടെ ശരീരത്തിന് മരുന്നായി തീരട്ടെ. ഹല്ലേലൂയ. നിൻ്റെ മാവുകലം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ആഹാരം മരുന്നാകും. ചിലർക്ക് ചോര കൊടുത്താലും അടുത്ത ദിവസം കക്കൂസിൽ പോകുമ്പോൾ അത് വെള്ളമായിട്ട് അങ്ങ് പോകും. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കൃപ ഉണ്ട്. ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് ചോരയായിട്ട് മാറും. പലരുടെയും വിചാരം ഞാൻ ഏതാണ്ടൊക്കെ നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് ഇതുപോലെ. ആളുകൾ ചോദിച്ചിട്ടുണ്ട്, 80 വയസ്സുള്ള ഇയാൾക്ക് എന്തുവാ ഇതിൻ്റെ രഹസ്യം? ഞാൻ പറഞ്ഞു തരാം, ദൈവത്തിൻ്റെ വചനം. ഞാൻ ആഹാരം വളരെ ശ്രദ്ധിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ വിറ്റാമിൻ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23:25 പറയുകയാണ്, നിങ്ങളുടെ ദൈവമായി യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവ്, ഞാൻ ഈ കുടിക്കുന്ന വെള്ളം അനുഗ്രഹമായി തീരട്ടെ, മരുന്നായി തീരട്ടെ. ഞാൻ ഈ കഴിക്കുന്ന ആഹാരം എനിക്ക് മരുന്നായി തീരട്ടെ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ശരീരത്തിന് മരുന്നായി തീരട്ടെ, എൻ്റെ മക്കൾക്ക് മരുന്നായി തീരട്ടെ. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഭാര്യ അല്ല, നിൻ്റെ ഭാര്യ പറയണം ഞാൻ, നീ പറയണം ഞാൻ, നിൻ്റെ മകൻ പറയണം ഞാൻ, നിൻ്റെ മകൾ പറയണം ഞാൻ, നിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരും പറയണം ഞാൻ. ഹല്ലേലൂയ. വീട്ടിനകത്ത് അനുഗ്രഹം, പുറത്തു പോകുമ്പോൾ അനുഗ്രഹം. നീ ഒരു അനുഗ്രഹത്തിൻ്റെ കാന്തമായിരിക്കും. കാന്തം കണ്ടിട്ടുണ്ടോ? ഇരുമ്പിനെയൊക്കെ എത്തിപ്പിടിക്കുന്നത്. അതുപോലെ നീ ഒരു കാന്തമായിരിക്കും. കാന്തം ആകർഷിക്കുന്നു. കാന്തത്തോട് പറ്റിയിരുന്നാൽ ആ ലോഹക്കഷണവും കാന്തമായി തീരും. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ എന്നെ രാജരത്നം എസ്റ്റേറ്റിലെ മാമച്ചൻ സാറിനെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഇലക്ട്രിക് ബെല്ലിൻ്റെ ഇതുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് മുഴുവൻ മാഗ്നറ്റാണ്.
അദ്ദേഹത്തിനെ കാണിച്ചു. അതിനകത്തോട്ട് കുറച്ച് മുട്ടസൂയൊക്കെ വെച്ച് കഴിഞ്ഞ് വെച്ച് 2 ദിവസം കഴിഞ്ഞ് വെച്ച് അതിലേക്കാമെങ്കിൽ അതും കാന്തമായി തീരും. അതിനകത്ത് ഉരച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അത് കാന്തമായി തീരും. നീ ആരാണ്? നീ ഒരു കാന്തമായി തീരും കേട്ടോ. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ ചെറുതനമല്ല, നീ സുഗന്ധവർഗമായി തീരും, നീ അനുഗ്രഹമായി തീരും. നിന്നെ തൊടുന്നവർ അനുഗ്രഹം പ്രാപിക്കും, നീ തൊടുന്നവർ അനുഗ്രഹം പ്രാപിക്കും. 7-ാമത്തെ വാക്യം, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി അവർ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ശത്രുക്കൾ ഓടിപ്പോകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ശത്രുക്കൾ നിൻ്റെ മിത്രമാകും. ബില്ലി ഗ്രഹാമാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. 1983 അദ്ദേഹത്തിൻ്റെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് എവിടെയെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അദ്ദേഹം അവരെ പോയി കാണും. കാരണം അവർ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് ശരിയാകണമെന്നില്ല. എന്നെപ്പറ്റിയും അങ്ങനെയാണ്. എന്നെപ്പറ്റി പലർക്കും പല അഭിപ്രായമുണ്ട്. ഇയാൾ ഉപദേശം മാറി പറയുന്നവരാണ്. എവിടെയെങ്കിലും പറഞ്ഞാൽ പറയാം, ഓരോരുത്തരും മാറി പറയാം. സായിപ്പൻ്റെയൊക്കെ പറഞ്ഞത് പറയാം. എവിടെയെങ്കിലും ചെന്നിട്ട് എൻ്റെ ഉപദേശം മാറി പറയാം. ഇല്ല. ഹല്ലേലൂയ. ചിലപ്പോൾ അവർക്ക് എന്നെ അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കും. എനിക്ക് സ്വത്തില്ലെന്ന് പറഞ്ഞ വെച്ചാൽ പറഞ്ഞു ഇതൊക്കെ പുറന്തോടാ. ഇല്ല, എൻ്റെ അകത്തെ തോട് തന്നെയാണ്. എനിക്ക് സ്വത്തില്ല, ഇപ്പോഴും സ്വത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോൾ കുറച്ച് രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. അതൊരു 4-5 വർഷമേ അയാൾ തുടങ്ങിയിട്ട്. അതൊരു ഒരാൾ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? എൻ്റെ ദൈവം ഹല്ലേലൂയ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ മിത്രങ്ങളാക്കി തീർക്കാം. അതുകൊണ്ട് ഞാൻ പഠിച്ചു. ബില്ലി ഗ്രഹാം പറഞ്ഞപ്പോൾ ഞാനും പഠിച്ചു. എനിക്ക് എവിടെയെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകും, അവരോട് ഇരുന്ന് സംസാരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ മനുഷ്യൻ കബളിപ്പിക്കുന്നവനല്ല, ഇയാൾ ഹീസ് റിയൽ. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം, യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവർ നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. ഹല്ലേലൂയ. നിൻ്റെ വരുമാനം വർദ്ധിക്കുമെന്ന് കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ നീ കഠിനാധ്വാനം ചെയ്യണം. പഠിക്കുന്നവർ കാര്യമായിട്ട് പഠിക്കണം, കൃഷി ചെയ്യുന്നവർ കാര്യമായിട്ട് കൃഷി ചെയ്യണം, ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് വലുതാക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം, നഷ്ടമുണ്ടാക്കുന്നത് നികത്തിയിട്ട് ലാഭമാക്കി തീർക്കാനായിട്ട് പഠിക്കണം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച മൾട്ടിപ്ലിക്കേഷൻ തരും, ഇൻക്രീസ് തരും. ഹല്ലേലൂയ. 9-10 വാക്യങ്ങൾ, നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികൾ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. നീ വിശുദ്ധൻ ആയിരിക്കണം, നീ വളരും, അത് കാണുന്ന മറ്റുള്ളവരും പറയും നിന്നെ ഭയപ്പെടും. എന്ന് വെച്ചാൽ അയ്യോ ഇങ്ങനെ ഭയപ്പെടുകയല്ല, അവൻ ചട്ടമ്പിയാണ് ഭയപ്പെടുകയല്ല, അവൻ്റെ കടാരി കൊണ്ട് ഭയപ്പെടുകയല്ല, അവൻ ശപിക്കും എന്ന് ഭയപ്പെടുകയല്ല. പിന്നെയോ ഹല്ലേലൂയ നിന്നെ റവറൻസ്, ബഹുമാനത്തോടുകൂടിയുള്ള ഭയം. ഹല്ലേലൂയ. അയാൾ ദൈവദാസനാണ് കേട്ടോ. അയാൾക്കൊന്നും പറയരുത്, അയാളെ ശല്യപ്പെടുത്തരുത്. അയാളൊരു ഭക്തനായ മനുഷ്യനാണ്. ഭയപ്പെടുവാൻ തക്കോണം കർത്താവ് ഇടയാക്കി തീർക്കും. റെവറൻസ്, അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. 11-ാമത്തെ വാക്യം, നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും, നിനക്ക് പ്രോസ്പെറിറ്റി തരും. ചിലർക്ക് പ്രോസ്പെറിറ്റി എന്നുള്ള വാക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തുടർച്ചയായിട്ട് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹിന്ദി പ്രസംഗത്തിനകത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം ഞാൻ ദൈവവേലക്കാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ കയ്യിൽ അങ്ങ് വലിയ വാശി പിടിക്കുക, പ്രോസ്പെറിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, അതിന് പകരം വേറെ എന്തെങ്കിലും പറഞ്ഞാട്ടെ, നന്മയെന്ന് പറഞ്ഞാട്ടെ, ഉയർച്ചയെന്ന് പറഞ്ഞാട്ടെ, പ്രോസ്പെറിറ്റി അല്ല. ഞാൻ പറഞ്ഞു അല്ല, എൻ്റെ വേദപുസ്തകത്തിൽ എനിക്കറിയാം, ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു, ചിലരൊക്കെ ഈ പ്രോസ്പെറിറ്റി കുറച്ച് വലിച്ചു നീട്ടി എക്സ്ട്രീം പ്രോസ്പെറിറ്റിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനതല്ല പറഞ്ഞേ, റീസണബിൾ പ്രോസ്പെറിറ്റി, അനുഗ്രഹിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രോസ്പെറിറ്റി ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ അവസാനം വരെ പ്രോസ്പെറിറ്റിയാണ്. എൻ്റെ ദൈവം പ്രോസ്പെറിറ്റി തരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ശരി, എൻ്റെ ദൈവം പ്രോസ്പെറിറ്റി തരുന്നവനാണ്. പ്രോസ്പെറിറ്റി ഇഷ്ടമല്ലാത്തവർ എനിക്ക് തന്നാട്ട് ഞാൻ വാങ്ങിച്ചോളാം. 12-ാമത്തെ വാക്യം, തക്ക സമയത്ത് നിൻ്റെ ദേശത്തിന് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിക്കുന്നവർക്കെല്ലാം രൂപയും എല്ലാം എടുത്ത് കൊടുക്കണമെന്നല്ല, ഭൂമിയെല്ലാം എടുത്ത് കൊടുക്കണമെന്നല്ല, മാലയെല്ലാം എടുത്ത് കൊടുക്കണമെന്നല്ല. അബദ്ധത്തിൽ ചാടരുത് കേട്ടോ. ദൈവം പറഞ്ഞാൽ അനുസരിക്കണം. അവർക്കേ വായ്പ കൊടുക്കാവൂ കേട്ടോ. റെക്കോർഡില്ലാതെ കൊടുക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്ക് ഫോൺ ചെയ്ത് വെച്ച് പറഞ്ഞു, വർഗീസ് ബ്രദറെ, ഞങ്ങളുടെ കുറച്ച് മരം ഒരാൾ വെട്ടിക്കൊണ്ട് പോയി, 10,000 രൂപ തന്നതേ ഉള്ളൂ, ബാക്കി തരുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി കിട്ടത്തില്ല, കളിപ്പിക്കുന്നവർ തരത്തില്ല. അടയിൽ ഇല്ലാഞ്ഞിട്ടല്ല, അയാൾ കൊണ്ടുപോയി വിറ്റു. ഈ ഒരു മരം വിറ്റത് 25,000 രൂപയ്ക്കാണ് വിറ്റേ, കൊടുക്കുന്നില്ല. സൂക്ഷിച്ച് വേണം കേട്ടോ. റെക്കോർഡില്ലാതെ കൊടുക്കരുത്. സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും ശരി, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിക്കൊള്ളണം. എൻ്റെ ഈ ഉപദേശം കേട്ടാട്ടെ. അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ, തിരിച്ചു തന്നില്ലെങ്കിലും പൊയ്ക്കോട്ടെ എന്നുള്ള തീരുമാനമായിരിക്കണം. അല്ലെങ്കിൽ രേഖയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഇതാ 13-ാമത്തെ വാക്യം. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. വാലല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ വാലില്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ തലയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഉയർച്ചയാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിൽ വളർച്ചയാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നന്മയാണ്. കേട്ടോ, നീ ദൈവത്തോട് നടക്കാമെങ്കിൽ ഹല്ലേലൂയ, നീ വാലല്ല തലയായിത്തീരും. നിൻ്റെ മക്കൾ വാലല്ല തലയായിത്തീരും. നിൻ്റെ സഭ വാലല്ല തലയായിത്തീരും. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്യണം. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങൾ യാതൊന്നിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കേട്ടോ, ഹല്ലേലൂയ. ഈ പറയുന്ന ദൈവത്തിൻ്റെ വചനം ഇത് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കേട്ടോ, ഇതനുസരിച്ച് ജീവിക്കുമെന്നൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടമുണ്ടായെന്ന് വരും, ചിലപ്പോൾ പ്രയാസമുണ്ടായെന്ന് വരും, ചിലപ്പോൾ ആളുകൾ പരിഹസിച്ചെന്ന് വരും. സാരമില്ല, അതനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും നടക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിനകത്തെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളെ തേടി വരും. രോഗശാന്തി നിന്നെ തേടി വരും. ദൈവത്തിൻ്റെ നന്മ നിന്നെ തേടി വരും. ഞാൻ രോഗശാന്തിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, 1981 ജോൺ ഓസ്റ്റിൻ എന്നെ കാണാൻ വരുന്നത്. അദ്ദേഹം എൻ്റെയൊക്കെ വന്നും വെച്ച് എൻ്റെയൊക്കെ പറഞ്ഞു 11.25 ലക്ഷം രൂപ വർഗീസ് തരാം. ചർച്ചിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പോയിട്ട് പത്രം കൊടുത്തു, പത്രം വിതരണം ചെയ്യാൻ പോയി, ന്യൂസ് പേപ്പർ വിതരണം ചെയ്യാൻ പോയി. അങ്ങനെ കിട്ടിയ രൂപ എല്ലാം കൊണ്ട് അദ്ദേഹം എനിക്ക് രൂപ. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കാറായി. ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർമാർ നോക്കി, ഭാരം കുറഞ്ഞു പോവുകയാണ്. പറഞ്ഞു വയറ് നിറച്ച് ക്യാൻസർ ആയിരിക്കുന്നു, അതുകൊണ്ട് മരിച്ചു പോകും, ആഴ്ചകളേ ഉള്ളൂ, മാസങ്ങളില്ല, ആഴ്ചകളേ ഉള്ളൂ, കൊണ്ടുപോകാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊരു വിശ്വാസമുണ്ട്. അദ്ദേഹം ഭാര്യയെ വീൽ ചെയറിനകത്തിരുത്തി. അദ്ദേഹം എൻ്റെ ഒക്കെ പറഞ്ഞു നേരെ കൊണ്ടുവന്നു, തൻ്റെ കിടക്കമുറിയിലേക്ക് കൊണ്ടുവന്നു. എങ്ങും നിർത്തിയില്ല, സിറ്റിംഗ് റൂമിലെങ്ങും നിർത്തിയില്ല, കാറിനകത്തുനിന്ന് ഇറക്കി നേരെ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലോട്ട് കൊണ്ടുവന്നു. ഭാര്യ അവിടെ പിടിച്ച് കസേര ബെഡിലോട്ട് കിടത്തി. എന്നിട്ട് അദ്ദേഹം മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, നീ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ യൗവനത്തിലെ ഭാര്യയോട് രമിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാര്യയല്ല, മൂന്നാമത്തെ ഭാര്യയല്ല, വേറൊരു ഭാര്യയല്ല, എൻ്റെ യൗവനത്തിലെ ഭാര്യ. ഈ ഭാര്യയെ ഈ വചനം പോലെ എനിക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ വീട്ടിലുണ്ടായിരുന്ന കല്യാണ ഫോട്ടോ എടുത്ത് വെച്ച് പറഞ്ഞു, കർത്താവേ എന്നെ സൗഖ്യമാക്കുമ്പോൾ എൻ്റെ കല്യാണത്തിന് എനിക്ക് എന്തുമാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നു അത്രയും സൗന്ദര്യം വേണം. അന്നപ്പോഴത്തേക്ക് അവർക്ക് പ്രായം കുറേ ആയി കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അവരുടെ മൂത്ത മോൻ കല്യാണം കഴിച്ചവനാണ്. രണ്ടാമത്തെ മോൾ ഇല്ല, അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. മൂത്ത മോൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും വളർന്നു വന്ന് യൗവനക്കാരാണ്. ഏറ്റവും ഇളയ മോള് ഏപ്രിൽ, അവൾ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. അന്നേരമാണ് ഈ അമ്മ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, കല്യാണ ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ആയിത്തീരണം, എനിക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടാകണം, എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടാകണം, എൻ്റെ ഭർത്താവിന് നല്ലൊരു ഭാര്യയായിട്ട് യൗവനക്കാരത്തിയായ ഭാര്യയായിരിക്കണം. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥിച്ചു. എൻ്റെ യൗവനത്തിലെ വാക്യങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളെപ്പറ്റി ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, നിങ്ങളെപ്പറ്റി അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് കണ്ടുപിടിക്കണം, അത് പറയണം. ഹല്ലേലൂയ. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. ഹല്ലേലൂയ. ഞാനിത് പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുള്ള വാക്യമാണ്. 3:10 യോഹൽ. ഹല്ലേലൂയ. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. പറയണം. അവൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കണം, എന്നിട്ട് പറയണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ അനുഗ്രഹങ്ങൾ നമ്പറിട്ട് എഴുതി. 32 അനുഗ്രഹങ്ങൾ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അച്ചടിച്ച് പോസ്റ്റർ ആളുകൾക്ക് ധാരാളമായിട്ട് വിതരണം ചെയ്ത് എൻ്റെ ഓഫീസിൽ പോയി ചോദിക്കണം, ഏതെങ്കിലും ഓഫീസിൽ കിട്ടിയാൽ ഭാഗ്യം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ദൈവം നന്മ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ജോൺ ഓസ്റ്റിൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു. എന്നിട്ട് അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ പറഞ്ഞു. ചർച്ചിൽ ചെന്നിട്ട് ഞായറാഴ്ച ചർച്ചിൽ പോവും, സുഖമില്ലെങ്കിലും പോവും. അവിടെ ചെന്ന് വെച്ച് പറയും, അവൻ്റെ ആടിപ്പിണരെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു സൗഖ്യം ഉണ്ടായില്ല കേട്ടോ. ആ സ്ത്രീ പറഞ്ഞു, ഹല്ലേലൂയ. മക്കളെല്ലാവരും സ്കൂളിൽ പോയി കഴിയുമ്പോൾ, ഭർത്താവ് ചർച്ചിൻ്റെ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ അവരവിടെ നിന്ന് കരഞ്ഞു. കാരണം പറയുന്നതല്ലാതെ ശരീരത്തിലൊന്നും കാണുന്നില്ല. 1 വർഷം പറഞ്ഞു, 2 വർഷം പറഞ്ഞു, 3 വർഷം പറഞ്ഞു, 4 വർഷം പറഞ്ഞു. 4-ാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. 34 കിലോ എന്നുള്ളത് 35 ആയി, 36 ആയി, 37 ആയി, 38 ആയി, 39 ആയി, 40 ആയി, 41 ആയി, 42 ആയി. രോഗശാന്തി പ്രാപിച്ചു. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അവരുടെ 50-ാമത്തെ ശുശ്രൂഷയുടെ വാർഷികം. സാഹിബന്മാർക്ക് 50-ാമത്തെ വർഷം വളരെ സെലിബ്രേഷനാണ്. അതിൻ്റെ വാർഷികം അവർ സെലിബ്രേറ്റ് ചെയ്യണം, അവർ ആഘോഷിക്കുകയാണ്. ഞാൻ അവിടെയുണ്ട്. ഹല്ലേലൂയ. മീറ്റിങ്ങിനുണ്ട്. എൻ്റെ വിചാരം 1-ാമത്തെ നിരയിൽ ജോൺ ഓസ്റ്റിനും ഭാര്യയും ഇരിക്കുന്നു. 2-ാമത്തെ നിരയിൽ VIP-മാരിരിക്കുന്നു, കെന്നത്ത് ഹാഗൻ, ഇങ്ങനെയൊക്കെയുള്ള VIP-മാരിരിക്കുന്നു. 3-ാമത്തെ നിരയിൽ അവരുടെ മക്കളിരിക്കുന്നു. 4-ാമത്തെ നിരയിൽ വേറെ കുറേ പേരിരിക്കുന്നു. എൻ്റെ വിചാരം ഞാൻ 5-ാമത്തെ നിരയിലാണ്.
അദ്ദേഹം എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ മുമ്പിലിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിന്നോട് പറഞ്ഞു, ഐ എം വെരി ഹാപ്പി, നോട്ട് ഓൺലി ഹാപ്പി, ഐ എം വെരി ഹാപ്പി. കാരണം കഴിഞ്ഞ 50 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. ഹല്ലേലൂയ. മാത്രമല്ല എനിക്ക് ദൈവം നല്ല ഭാര്യയെ തന്നിരിക്കുന്നു. ഡോഡി എഴുന്നേറ്റ് നിന്നാട്ടെ. ഡോഡി മുമ്പത്തെ കസേരിക്കുകയാണ്. പെട്ടെന്ന് ലൈറ്റ് മേളിൽ നിന്ന് കത്തി. സാഹിബ്മാർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാനൊക്കെ. അവർക്ക് മാത്രം വലിയ ഇരുട്ടുള്ള മുറിയിൽ അവരുടെ മാത്രം ലൈറ്റ് വീണു. ഞാൻ 5ാമത്തെ നിലയിലിരിക്കുകയാണ്. 5ാമത്തെ നിലയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നോട്ട് നോക്കി, എടാ ഭാര്യ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എന്താണ്ട് മോൾ ലിസായി എഴുന്നേറ്റ് നിൽക്കുന്നേ. അതെന്താ കാര്യം? പറയുന്നത് കേട്ടാട്ടെ, അവരെ അടുത്തറിയാവുന്ന എനിക്ക് പോലും ഈ അമ്മയെ കണ്ടപ്പോൾ ഇളയ മോളാണെന്ന് തോന്നിപ്പോയി. എന്താണ് കാര്യം? എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, എൻ്റെ ഭാര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് റൺസ് എ ബ്യൂട്ടി പാർലർ. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളെ സൗന്ദര്യമുള്ളവരാക്കി തീർക്കുന്നു, ആരോഗ്യമുള്ളവരാക്കി തീർക്കുന്നു, നന്മ അനുഭവിക്കുന്നവരാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ 5 മക്കളെയും പിന്നെ പ്ലാറ്റ്ഫോമിലോട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു, മൂത്ത മോൻ വന്നു, 2ാമത്തെ മോൻ വന്നു, 5 മക്കളും വന്നു. ഓരോ മക്കളും വന്ന് ഇങ്ങനെ 1 2 3 4 5 5 6 നിൽക്കുകയാണ്. ഹല്ലേലൂയ. നീ പറയുന്നത് കേട്ടാട്ടെ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെല്ലാം ദൈവവേലക്കാരാണ്. എൻ്റെ മൂത്ത മോൻ പോൾ ഡോക്ടറാണ്, സർജനാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടി വരുമാനമുള്ള ജോലിയാണ് സർജൻ. പറഞ്ഞ എൻ്റെ മോനൊരു സർജനാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവനൊരു ചർച്ചിലെ എൽഡറാണ്. വെറുതെ പേര് കൊണ്ടല്ല, അവനവിടുത്തെ പ്രധാന ആക്ടിവിറ്റീസ് ഉള്ളവനാണ്. അവൻ അതിനകത്ത് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. 5-6 മക്കൾ, അവരെല്ലാവരും ദൈവവേലക്കാരാണ്. ഹല്ലേലൂയ. അടുത്ത ദിവസം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ചോദ്യോത്തരത്തിനുള്ള സമയമാണ്, കൺവെൻഷനാണ്. അവസാനത്തെ മീറ്റിങ്ങിനകത്ത് ചോദ്യോത്തരത്തിനുള്ള സമയമാണ്. അദ്ദേഹം അവിടെ ഇരുന്നു, കസേരയിലിരുന്നു. ആളുകൾ ചോദ്യം ചോദിച്ചു. പെട്ടെന്നൊരു സ്ത്രീ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, താങ്കൾക്ക് 5-6 മക്കളുണ്ട്, അവരെല്ലാവരും ദൈവവേലയിലാണ്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്, 2 പേര് ദൈവവേലയിലല്ല. പെട്ടെന്ന് അവിടുന്ന് ഒരാൾ അല്ല പറഞ്ഞാട്ടെ, വാട്ട് ഈസ് എ സീക്രറ്റ്? ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ മുഖം. ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ഒരു പരിഭ്രമം പോലെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ ആരാണ്ട് ഒരു ദിവ്യപുരുഷനാണെന്ന്. അല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, നീ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഈ പറയുന്നത്. ഒരു കാര്യം എനിക്ക് പറയുവാൻ കഴിയും. എൻ്റെ മക്കൾ വൈകുന്നേരം രാത്രി ഗുഡ് നൈറ്റ് പറയാൻ പറ്റും. സാഹിബ്മാർക്ക് അങ്ങനെ ഇടപാടുണ്ട്. ഓരോ മക്കളും ചെന്ന് അപ്പൻ്റെ അടുക്കലും അമ്മയുടെ അടുക്കലും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഓരോ ഉമ്മ കൊടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ പറയുന്നത്, എടീ പട്ടിയെ അഴിച്ച് കെട്ടിയോടി, എടീ റബ്ബർ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ടോടി. ഇതല്ല, അവർ ഓരോരുത്തരും ചെന്ന് കഴിഞ്ഞും വെച്ച് ഉമ്മ കൊടുത്തിട്ട് ഗുഡ് നൈറ്റ് പറയാം. അവർ പറഞ്ഞു, എൻ്റെ മക്കൾ വരുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ സിനിമ കാണുന്നതല്ല കാണുന്നത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ വഴക്കുണ്ടാകുന്നതല്ല കണ്ടിട്ടുള്ളത്, പിന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ മക്കളെല്ലാവരും കണ്ടത് അവരുറങ്ങാൻ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ജോണസിൻ്റെ ഭാര്യയുടെ അടുക്കൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ, ഹല്ലേലൂയ, ഞാൻ അവരുടെ അടുക്കൽ പറഞ്ഞു, സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞു, ഒരു നല്ല സിനിമയാണ്, ഞങ്ങളുടെ ചരിത്രം ഒന്ന് പഠിക്കാനൊക്കെ, ഞങ്ങളുടെ ബോംബെ പട്ടണത്തെപ്പറ്റി ഒന്ന് പഠിക്കാനൊക്കെ, അതുകൊണ്ട് അതൊന്ന് കാണണം. അവർ പറഞ്ഞു, ആളുകളുടെയൊക്കെ പറഞ്ഞു അതൊരു നല്ല സിനിമയാണ്, കാരണം ഇന്ത്യയെപ്പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എനിക്കൊരു പേടിയാണ്, അതിനകത്ത് ചീത്ത വാക്ക് വല്ലതും ഉണ്ടോ. ഞാൻ അവരുടെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു, മമ്മി എപ്പോഴാണ് സിനിമ അവസാനമായിട്ട് കണ്ടത്? പറഞ്ഞ്, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതിന് ശേഷം ഇന്ന് വരെ സിനിമ കണ്ടിട്ടില്ല. ജോണോസിനോട് നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നു, എൻ്റെ മക്കൾ എൻ്റെ ഗുഡ് നൈറ്റ് പറയാൻ ഓരോരുത്തരായിട്ട് വരിക, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോരുത്തരാണ് വരുന്നത്, എല്ലാവരും ഒന്നിച്ചല്ല വരുന്നത്. ഒരാൾ വന്ന് വേറൊരാൾ വന്ന്, അവർ കണ്ടത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ സ്നേഹത്തിലിരുന്ന് വർത്തമാനം പറയുന്നതാണ്, ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ്, വേദപുസ്തകം വായിക്കുന്നതാണ് കണ്ടത്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, രാവിലെ എൻ്റെ മക്കൾ എഴുന്നേറ്റ് വരും, അന്നേരം ഈ സാഹിബ്മാർ രാവിലെ പോയിട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും. പറഞ്ഞ്, ഞാൻ എൻ്റെ മക്കൾ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുക്കളയ്ക്കകത്തൊരു കൊച്ചു ടേബിൾ കാണും, അവിടെ നിന്ന് കാപ്പി കുടിക്കാനുള്ളതാണ്, ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കട്ടൻ കാപ്പി എടുത്തുകൊണ്ട് തുറന്ന വേദപുസ്തകം വായിക്കുന്നതാണ് എൻ്റെ മക്കൾ രാവിലെ കണ്ടത്. ഹല്ലേലൂയ. ഞാൻ ടെലിവിഷനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നതല്ല, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതല്ല കണ്ടിട്ടുള്ളത്, പിന്നെയോ ഞാൻ വേദപുസ്തകം വായിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാറ്റം എൻ്റെ മക്കൾ കണ്ടിട്ടുള്ളത്, രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്നെ വന്ന് ഗുഡ് നൈറ്റ് പറയാൻ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ ഭൂലോകത്തിൻ്റെ ഗ്ലോബ് വെച്ചിട്ട് അത് കെട്ടിപ്പിടിച്ച് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം, നിങ്ങളുടെ മക്കൾ എന്താണ് കാണുന്നത്? നിങ്ങളുടെ കൊച്ചുമക്കൾ എന്താണ് കാണുന്നത്? ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന 13 വാക്യത്തിനകത്തെ അനുഗ്രഹം 14-ാമത്തെ വാക്യം അനുസരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടേതാകും.
ഹല്ലേലൂയ. നമ്മുടെ സഭയിലെ വിശ്വാസികളുടേതായി തരും. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പുതിയ നിയമത്തിനകത്ത് വേർപെട്ടെന്ന് പറയുന്നതായിട്ടുള്ള പാപത്തോട് വേർപെട്ടതായിട്ടുള്ള മക്കൾ, അവരുടെ മക്കൾ ഈ പറയുന്ന വേദപുസ്തകത്തിനകത്ത് പറയുന്ന അനുഗ്രഹം എല്ലാം നമ്മൾ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ, പ്രാപിച്ചിരിക്കണം. വേദപുസ്തകം അങ്ങനെ പറയുന്നു. ചിലരൊക്കെ പറയും ഇത് പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ്. എവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെങ്കിലും പുതിയ നിയമത്തിനകത്ത് ആത്മീയ അനുഗ്രഹം ആ വാക്യം എന്നെ ഒന്ന് കാണിച്ചു തരാമോ? ഇല്ല, വാക്യങ്ങൾ ഞാൻ ചടപറായി പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ് പുതിയ നിയമത്തിനകത്തെ പ്രോസ്പെരിറ്റി പറയുന്ന വാക്യങ്ങൾ. ഇതാ ഒരു വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം. ഹല്ലേലൂയ. മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. റോമർ 8:32. ഹല്ലേലൂയ. അവൻ നമുക്ക് സ്വർഗസ്ഥനായ ദൈവം നമുക്ക് തൻ്റെ മകനെ, ഏകജാതനായ മകനെ തരാൻ വിസമ്മതിച്ചില്ല എങ്കിൽ അവനോട് നമുക്കിതെല്ലാം തരാതെ ഇരിക്കുമോ? ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെയും നിന്നെയും അനുഗ്രഹിക്കും. ദൈവം പറയുന്നത് പോലെ ജീവിക്കാം. പാപത്തോട് സലാം, വേർപാട്. ഹല്ലേലൂയ. സഭ മാറുന്നതല്ല, പാപത്തോട് വേർപാട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് തീരുമാനിക്കാമെങ്കിൽ ഞാനും നീയും വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെടും. വളരെ ബഹുമാനത്തോടെ പറയട്ടെ, എനിക്കൊരു നല്ല അളിയനുണ്ടായിരുന്നു, മരിച്ചുപോയി. എസ് കെ എബ്രഹാം. മർത്തോമക്കാർക്കൊക്കെ പരിചയമുള്ള മനുഷ്യൻ. കുഞ്ഞുട്ടി സാറ്, എസ് കെ എബ്രഹാം. ഹല്ലേലൂയ. വളരെ ഭക്തനായ ഒരു മനുഷ്യൻ. ലില്ലി സുവിശേഷ വേലയ്ക്ക് പോകാൻ നേരം ലില്ലിയെ പരമാർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി, മോളെ നിനക്ക് ചേർന്നതല്ല ഈ പണി, ഇത് തൊലിക്കട്ടിയുള്ളവർക്കുള്ളതാണ്. ഇതിനകത്ത് എന്തെല്ലാം വേലയുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. നിനക്കിതൊന്നും പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല, നീ തൊട്ടാവാടിയാണ്, അതുകൊണ്ട് പോകരുത്. ലില്ലി പറഞ്ഞു, ഞാൻ പോകും. പറഞ്ഞു, മോളെ നീ പോയി കഴിഞ്ഞാൽ നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് പട്ടിണി കിടക്കും, അവനെ നോക്കാൻ ആരും കാണത്തില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്ത് നീ ടീച്ചറായിട്ട് കിട്ടുന്ന ഈ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങിച്ചിട്ട് നിൻ്റെ മോനെ വളർത്തിയെടുക്കുക. എന്നിട്ട് നിൻ്റെ ദശാംശം PG വർഗീസിന് അയച്ചു കൊടുത്താൽ PG വർഗീസും പട്ടിണി കിടക്കാതെ അവിടെ കിടക്കും. ലില്ലി പറഞ്ഞു, ഞാൻ പോവാണ്. പറഞ്ഞു, നോക്കിയേ, നീ അവിടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞ് LLB ആവും, എന്ന് പറഞ്ഞാൽ എല്ലും കോലും ആവും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരിക്കും, ചിക്കനുമൊക്കെ കഴിച്ചിട്ട് നിൻ്റെ കുഞ്ഞ് എല്ലും കോലും ആയിരിക്കും. മോളെ നീ പോയി കഴിഞ്ഞാൽ വല്ലവരും തരുന്ന സെക്കൻഡ് ഹാൻഡ് തുണികളായിരിക്കും നീയും നിൻ്റെ മക്കൾ വിടുന്നത്. പക്ഷേ പൊന്നോളെ, ഞങ്ങളുടെ മക്കൾ നല്ല ഒന്നാം തരം ടെറിക്കോട്ടൺ ടെർലിൻ തുണികളൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ഞങ്ങളുടെ മക്കളൊക്കെ നല്ല ഇംഗ്ലീഷിനകത്തൊക്കെ വർത്തമാനം പറയുന്നവരായിരിക്കും. എസ് കെ എബ്രഹാം അസാധാരണമായി ഇംഗ്ലീഷ് പറയുന്ന മനുഷ്യനായിരുന്നു. പറഞ്ഞു, ഞങ്ങളുടെ മക്കളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കും. നിൻ്റെ മക്കളൊക്കെ അവധിക്ക് വരുന്ന കാലത്ത് പറയും, ഹംകോ നഹീം മാലൂം ഹംസെ ഹിന്ദി മെയിൻ ബാത് കർ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. നിരുത്സാഹപ്പെടുത്താനല്ല, പരമാർത്ഥം പറയുകയായിരുന്നു. ലില്ലി പറഞ്ഞു, ഇല്ല ഞാൻ പോകും, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പോകും. ദൈവം എന്നെ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ ജോലി വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ വാസ്തവത്തിൽ അത് വിശ്വസിച്ചു പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പറയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവത്തില്ല. അവരുടെ കസിൻ ബ്രദേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എൻ്റെ സഹോദരന്മാരുടെയും സഹോദരി മക്കളുടെ മകൾ നിൽക്കുന്ന സമയത്ത് അവരെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിരിക്കുന്ന സമയത്ത്, നല്ല വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾ പറയത്തേ ഉള്ളൂ, ഹംകോ നഹീ ആത്താ ഹേ ഹംകോ ഹിന്ദി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന് ആരുടെയും കളിക്കാരല്ല. ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭൂമിയില്ല, അത് എൻ്റെ തീരുമാനമായിരുന്നു ഭൂമി വേണ്ടാന്ന്. എനിക്ക് വീടില്ല, അത് എൻ്റെ തീരുമാനമായിരുന്നു. എനിക്ക് കാറില്ല, എനിക്ക് കാർ വേണമെന്നുള്ള എൻ്റെ തീരുമാനമായിരുന്നു. ഒരു സ്കൂട്ടറിൽ ഒരു സൈക്കിൾ പോലും ഇല്ല. പക്ഷേ എനിക്കെന്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് പറയാനറിയാം. എൻ്റെ മക്കൾക്ക് നല്ല ആരോഗ്യം സ്വർഗസ്ഥനായ ദൈവം കൊടുത്തിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് നല്ല വസ്ത്രം കൊടുത്തിരിക്കുന്നു. ഇതിനൊന്നും ഇറങ്ങി തിരിച്ചതല്ല. പിന്നെയോ ആർക്കും കടക്കാരനല്ലാത്ത ദൈവം. ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാം, വേർപെടുക. ഏതിനോട് വേർപെടുക? പാപത്തോട് വേർപെടുക, ഭാര്യ അടിക്കുന്നത് വേർപെടുക, കള്ളു കുടിക്കുന്നത് വേർപെടുക, ചീത്ത സിനിമ കാണുന്നത് വേർപെടുക, ഫോണിനകത്ത് ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കുന്നത് വേർപെടുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹമെല്ലാം നിങ്ങൾക്കുണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആർക്കാണ് പ്രാർത്ഥന ആവശ്യം? ആര് പറയും, വർഗീസ് ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം, ഈ 13 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എനിക്ക് വേണം. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ തലയിലോട്ട് കൈവച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് PG വർഗീസിനെ അനുഗ്രഹിച്ചവനായ ദൈവം, ഡോഡി ഓസ്റ്റിന് ആരോഗ്യം കൊടുത്തവനായ ദൈവം, ഹല്ലേലൂയ, ഇന്നും അവർ ജീവിച്ചിരിക്കുന്നു നല്ല ആരോഗ്യത്തോടെ. വീഡിയോ ടേപ്പ് കാണണം, നിങ്ങൾക്ക് ചിലതിനകത്തൊക്കെ കാണാം. യോയൽ ഓസ്റ്റിൻ്റെ പ്രസംഗം
സമ്മേളനത്തിനിടയ്ക്ക് അവർ വന്ന് രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. ദൈവം ആരോഗ്യം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അസാധാരണമായ ആരോഗ്യം കൊടുത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ദൈവം. എത്ര വയസ്സായവർക്ക്? 96 വയസ്സ് കഴിഞ്ഞു കേട്ടോ. എൻ്റെ സ്വർഗ്ഗസ്ഥനായ ദൈവം ഹല്ലേലൂയ അനുഗ്രഹിക്കും. ഗോഡ് റൺസ് എ ബ്യൂട്ടി പാർലർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് പ്രോസ്പെരിറ്റി കുറവൊന്നുമില്ല കേട്ടോ. അവൻ്റെ മക്കൾ അവൻ എടുത്തു തരും, ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരും. അവൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവൻ്റെ നന്മ നിന്നെ തേടി വരും. അവനോട് ചേർന്ന് നടക്കാം. ആര് പറയും ഞാൻ ഇന്ന് പാപത്തോട് സലാം പറയുന്നു? രക്ഷിക്കപ്പെട്ടവർക്ക് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ആര് പറയും ഞാൻ പാപത്തോട് സലാം പറയുന്നു? ഇനിമേലാൽ പാപം ചെയ്യത്തില്ല. ഇനിമേലാൽ ആ ഫോണിനകത്ത് അങ്ങനെ സംസാരിക്കത്തില്ല. ഇനിമേലാൽ ഞാൻ അങ്ങനെയുള്ള പ്രോഗ്രാം കാണത്തില്ല. ഇനിമേലാൽ ഞാൻ ഭാര്യ അടിക്കത്തില്ല. ഇനിമേലാൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല. ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കും. ലഹരി പദാർത്ഥം ഉപയോഗിക്കത്തില്ല. ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തോട് ചേർന്ന് നടക്കാമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം 13 വാക്യത്തിനകത്തെ അനുഗ്രഹം നിൻ്റേതായി തീരും. പ്രാർത്ഥിക്കാൻ പോവാണ്. ആര് പറയും വർഗീസ് എനിക്ക് അനുഗ്രഹം വേണം, ഈ വേദപുസ്തകത്തിനകത്തെ അനുഗ്രഹം എനിക്ക് വേണം. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മുമ്പിലത്തെ വാക്യങ്ങൾ വായിച്ചാട്ടെ, അതൊക്കെയും കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർക്കാണ് അനുഗ്രഹത്തിൻ്റെ ആവശ്യം തലയിലോട്ട് കൈവച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നേക്കാൾ പ്രായമുള്ള വ്യക്തിയായിരിക്കാം, എന്നേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കാം, ചെറുപ്പക്കാരനായിരിക്കാം, ചെറുപ്പക്കാരിയായിരിക്കാം, വിദ്യാർത്ഥിയായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, ഡോക്ടറായിരിക്കാം, നഴ്സായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ വ്യത്യാസപ്പെടട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് 13 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന 32 അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ. പാപത്തോട് സലാം പറയട്ടെ. യേശുവിനായിട്ട് ജീവിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക. അനുസരിക്കുക, ഗ്രഹിക്കുക, അനുസരിക്കുക, കേൾക്കുക, ഗ്രഹിക്കുക, അനുസരിക്കുക. അനുഗ്രഹം നിന്നെ എത്തിപ്പിടിക്കും. അനുഗ്രഹത്തിൻ്റെ കുളമ്പടി ശബ്ദം ഞാൻ കേൾക്കുകയാണ്. നിങ്ങളെ തേടി വരുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നിങ്ങളുടെ മക്കളിലേക്ക് വരുന്നു, നിങ്ങളുടെ ജോലിയിൽ വരുന്നു, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് വരുന്നു, നിങ്ങളുടെ ആശുപത്രിയിൽ വരുന്നു. നിങ്ങളുടെ ജീവിതം എന്താണോ അതായിരിക്കത്തില്ല. ഉറപ്പ് പറയാം. വാക്ക് പറഞ്ഞ ദൈവം അവൻ്റെ സ്ഥാനാപതിയായിട്ട് നിന്നുകൊണ്ട്, അവൻ്റെ അംബാസഡറായിട്ട് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഇത് സത്യമാണ്. ഇത് നിങ്ങൾ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.